ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും വീഡിയോയിലേക്ക് വരും. ഞാൻ കാണിക്കുന്ന ഈ ഒരു എക്സസൈസ് കണ്ടോ, ഈ ഒരു വ്യായാമം എന്ന് പറയുന്നത് നമ്മളെ കൂടുതൽ യൗവനത്തിലേക്ക് എത്തിക്കും. അത് 100% ഗ്യാരണ്ടി ഞാൻ തരികയാണ്. കാരണം നമ്മളുടെ ശരീരത്തിലുള്ള ആ ഒരു ഉന്മേഷം എങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇത്രയേറെ ഉന്മേഷം നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് എനിക്ക് പോലും ഇതൊരു 10-20 പ്രാവശ്യം ചെയ്തോളൂ കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു വ്യായാമമാണ്. അപ്പോൾ ഇത് നമുക്കൊരു 10-20 പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തുടയിടുപ്പും നമ്മുടെ അടിവേറും ഒക്കെ നല്ല സൂപ്പറായിട്ട് രക്തോട്ടം നടന്ന് നമുക്ക് ഭയങ്കരമായിട്ട് എനർജറ്റിക് ആകാൻ സാധിക്കും. ഇത് ഞാൻ മുകളിലേക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് ഊഞ്ഞാലാടുകയാണ്. ഈ ഒരു കാലെടുത്ത് അങ്ങോട്ട് വയ്ക്കുക, ഈ ഒരു കാലെടുത്ത് ഇങ്ങോട്ട് വയ്ക്കുക. ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് കാലുകൾക്ക് നല്ല ബലം കിട്ടുന്നതാണ്. അപ്പോൾ വെറും 5 മിനിറ്റാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ 5 മിനിറ്റ് കൊണ്ട് എന്തെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാം. നിങ്ങൾക്ക് BP വരാതെ നോക്കാം, കൊളസ്ട്രോൾ വരാതെ നോക്കാം, നിങ്ങളുടെ ഷുഗർ ലെവൽ, ഇനിയിപ്പോൾ ഷുഗർ ഉള്ളവരാണെങ്കിൽ ഷുഗർ ലെവൽ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അത്രയേറെ അടിപൊളി വർക്കൗട്ടാണ്. എനിക്ക് ഭയങ്കര ക്ഷീണമല്ല. എപ്പോൾ ഷോപ്പിൽ ചെന്നാലും കസ്റ്റമർ വരുമ്പോഴൊക്കെ ഞാനിങ്ങനെ ക്ഷീണിതയായിട്ടായിരുന്നു എഴുന്നേറ്റുകൊണ്ടിരുന്നത്. അവരെ കാണുമ്പോൾ ഞാനും എൻ്റെ സ്റ്റാഫാണ് അവിടെ ഉണ്ടെങ്കിലും ഞാനും പോയി അവരോടൊപ്പം എല്ലാം എടുത്തൊക്കെ കൊടുക്കുന്നത്. പക്ഷേ എനിക്ക് അപ്പോഴൊക്കെ ഭയങ്കര ക്ഷീണമായി. ഇപ്പോൾ എൻ്റെ ക്ഷീണങ്ങളെല്ലാം മാറി. ഡെയിലി വർക്കൗട്ട് എന്ന് പറയുന്നത് ശരീരത്തിനും മനസ്സിനും അത്രയേറെ ഉന്മേഷം കിട്ടും. ഇത് ഇപ്പോൾ കൈയും കാലും ഒക്കെ പൊക്കാനൊക്കെ വളരെ പ്രയാസമുള്ള ആൾക്കാർക്ക്, കുറച്ച് തടിയൊക്കെ കൂടുതലുള്ളവർ, ഒരു 10, 60, 70 വയസ്സിനോടൊക്കെ അടുത്തവർക്ക് ഇതിങ്ങനെ സാവധാനം ചെയ്യും. അപ്പോൾ സാവധാനം ഇങ്ങനെ കൊണ്ടുവന്ന് കൈ ഒന്ന് മടക്കി കെട്ടിവെച്ച് വീണ്ടും സാവധാനം എടുത്ത് രണ്ട് ചെവി അമർത്തി പിടിക്കുക. അത് എന്താണെന്ന് വെച്ചാൽ ചെവിയുടെ അവിടെ കൂടെയൊക്കെ ഉള്ള ഒരു നമുക്ക് ആ ഒരു സുഖമെന്ന് പറയുന്നത് പ്രത്യേക സുഖം. അവിടെയൊക്കെ അനങ്ങാണ്ടിങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ അടിപൊളിയാണ് വളരെ ഈ വർക്കൗട്ടെന്ന് പറയുന്നത്. നമ്മൾ എത്ര ജോലി തിരക്ക് മറ്റതൊക്കെ എന്തെല്ലാം ജോലികൾ ചെയ്താലും നമ്മൾ സ്വയം നമ്മുടെ ശരീരത്തെ സ്നേഹിച്ചുകൊണ്ട് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖമെന്ന് പറയുന്നത് ഒരു മാനസിക ഉല്ലാസം തന്നെ നമുക്ക് വന്നുതരും കേട്ടോ. കാരണം നമ്മൾ അടുക്കളപ്പണി ചെയ്യുന്നു, പുറത്തു പോയി പണിയെടുക്കുന്നു, പുറത്തെ വർക്കുകൾ ചെയ്യുന്നു, എന്തൊക്കെ ചെയ്താലും ആൾക്കാർ പറയും പുറത്ത് നല്ലപോലെ വർക്കൗട്ട് ചെയ്യുന്നില്ലേ, നിനക്ക് പിന്നെ എന്തിനാണ് ഈ ഒരു എക്സസൈസിൻ്റെ ആവശ്യം? തീർച്ചയായിട്ടും ഈ എക്സസൈസും മസ്റ്റാണ്. പിന്നെ ഇതൊരു നടുവേനയുള്ളവർക്കൊക്കെ ഇതേ രീതിയിൽ ഇങ്ങനെ ഒന്ന് കമന്നിരുന്നിട്ട് ഇതുകൊണ്ടിങ്ങനെ കൈ കൊണ്ടിങ്ങനെ ശരിക്കും റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ശരിക്കും നടുവേനയായിട്ടൊക്കെ വല്ലാതെ വിഷമിച്ചിരിക്കുന്നവർ ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവുള്ളൂ. വളരെ സാവധാനം ചെയ്തോളൂ, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഡോക്ടർ പറയും കുഴപ്പമില്ല, അത് നല്ലൊരു എക്സസൈസാണ്, അത് നല്ലൊരു വ്യായാമമാണ്, ചെയ്തോളാം. പിന്നെ ഇത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇത് നമ്മൾ കുളിക്കാൻ നേരത്തുണ്ടല്ലോ, നമ്മൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒക്കെ എത്ര തന്നെ വർക്കൗട്ട് ചെയ്ത് വിഷമിച്ച് നടുവേന കൊണ്ട് പൊളഞ്ഞു വരുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും കുളിക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ നന്നായിട്ട് ശരീരത്തിൽ സോപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലുള്ള സോപ്പുകളൊക്കെ ഇട്ടിട്ടായിരിക്കും കുളിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ കുളിക്കുമ്പോൾ നല്ല തെന്നലുണ്ടാവും. അപ്പോൾ ആ സോപ്പ് അവിടെ തേച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ അവിടെ പെട്ടെന്ന് നമുക്ക് ആ കൈ ഓടിച്ച് അവിടെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാക്കാൻ സാധിക്കും. ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ അവിടെ വിയർപ്പടിഞ്ഞ് ഒരേ ഇരിപ്പിരിക്കുമ്പോഴാണ് നടുവേദന ഉണ്ടാകുന്നത്. അപ്പം അങ്ങനത്തെ വ്യായാമങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈവച്ചുള്ള ഇത് നമ്മുടെ ഫുൾ ബോഡിക്ക് എനർജിയാണ്, ബ്ലഡ് സർക്കുലേഷനാണ് ഏറ്റവും നമ്മുടെ ഈ പ്രായത്തെയൊക്കെ മറികടന്ന് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും. ഇപ്പം നമ്മളെന്താ സണ്ണി ലിയോൺ അല്ലെങ്കിൽ മഞ്ജു വാര്യർ, അങ്ങനെ നമ്മുടെ ശ്വേതാ മേനോൻ, അങ്ങനെ ഒരുപാട് പേര് വർക്കൗട്ട് ചെയ്തിട്ടാണ് ഇന്നും അവരങ്ങനെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കും പിടിക്കും. നമ്മളെല്ലാവരും ചോദിക്കും അവരെന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, അല്ല അവരെന്ത് ഫുഡ് കഴിച്ചിട്ടാണ്? ഒരു ഫുഡ് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന എന്ത് ഫുഡാണോ അത് നമ്മൾ കഴിച്ചുകൊണ്ട് ഇതുപോലെയുള്ള വർക്കൗട്ട് 5-10 മിനിറ്റ് നിങ്ങളുടെ വീട്ടിൽ ചെയ്യാമെങ്കിൽ നിങ്ങൾ ടോട്ടലി ചേഞ്ച് ആകും. നിങ്ങൾ ഓരോ ദിവസത്തെയും ഒരു ഫോട്ടോ ക്ലിപ്പ് എടുത്ത് വെച്ചേക്കുക, എന്നിട്ട് നിങ്ങൾ നോക്കുക ഇപ്പോൾ എങ്ങനെ എന്നെയുണ്ട് എന്ന്. അപ്പോൾ ഇതാണെങ്കിൽ ബ്രസ്റ്റിൻ്റെ താഴെ നമ്മൾ കൈ അമർത്തി വെച്ചിട്ട് ഇതുപോലെ കൈ കൊടുക്കുക. അപ്പോൾ കൈ അവിടെ നിന്ന് ചലിപ്പിക്കരുത്, പക്ഷേ കാല് നമ്മൾ അവിടെ കൊണ്ടുവന്ന് മുട്ടിക്കുക. അപ്പോൾ അടിവയറ്റിന് താഴെയുള്ള തൂങ്ങി കിടക്കുന്ന വയറൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടുത്തെ ചെറിയ ചെറിയ ഞരമ്പുകളൊക്കെ പ്രവർത്തിക്കുകയും അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പുകളൊക്കെ നിഷ്പ്രയാസം പോവുകയും അതുപോലെ തുടയുടുപ്പിനും ഒക്കെ. പിന്നെ ഞാൻ എന്നും പറയുന്നത് പോലെ നമുക്ക് വാഷ്റൂമിലൊക്കെ പോകുമ്പോൾ യാതൊരു പ്രശ്നവുമില്ലാതെ ഒരു 50 വയസ്സ് കഴിഞ്ഞ് 60 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ നിഷ്പ്രയാസം വാഷ്റൂമിലൊക്കെ പോയിട്ട് വരാൻ സാധിക്കും. അത്രയേറെ നല്ല അടിപൊളി വ്യായാമമാണ് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, മുന്നോട്ട് നയിക്കുക.